സ്ത്രീകൾ ഭൂരിപക്ഷമുള്ളൊരു കുടുംബത്തിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ. കാരണം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും 8 സഹോദരിമാർ അമ്മയ്ക്കുണ്ടായിരുന്നു, 2 സഹോദരന്മാർ. എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾ 6 പേരാണ്. 6 പേരിൽ 5 സ്ത്രീകളും ഒരു ബോയ്, ഒരു ആൺകുട്ടിയും കൂടെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ മാത്രം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആ ഒരു ചുറ്റുപാടിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എൻ്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗമായതുകൊണ്ട് കേരളത്തിൽ തന്നെ പല ഡിസ്ട്രിക്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സും ഓരോ സ്കൂളിൽ ട്രാൻസ്ഫറായി പോയി ഓരോ സ്ഥലത്ത് പഠിച്ചാണ് ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയത്. പിന്നെ എൻ്റെ അനിയത്തിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1.5 വയസ്സിലെ ഗ്യാപ്പിലാണ്. അപ്പം എന്നെക്കാളും കുറച്ചുകൂടെ വളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നവരാണ് അനിയത്തിമാർ. ഞാൻ വളരെ മെലിഞ്ഞ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ സ്കൂൾ ലെവലിൽ പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്ക് കോളേജ് ലെവലിലെത്തിയപ്പം കുറച്ചൊന്നും ഉഴപ്പിയെന്ന് വേണം പറയാൻ. പ്രീ ഡിഗ്രി ആദ്യത്തെ ബാച്ചിലാണ് ഞാൻ, പ്രീ ഡിഗ്രി കേരള സർക്കാർ കൊണ്ടുവന്ന ആദ്യത്തെ ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അതും കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും ഒക്കെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് പഠിത്തം എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തിമാർ എൻ്റെ അതേ പ്രായത്തിലൊക്കെ ഉണ്ട്, കുഞ്ഞമ്മമാർ. അവരൊക്കെ ആയിട്ട് കളിച്ച് വളർന്ന് കുറച്ച് നാൾ നാട്ടും പുറത്തും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ കൊല്ലത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞങ്ങൾ നാട്ടുമ്പുറം ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലും കുറേ കാലം വളർന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു സിറ്റി എന്നുള്ള രീതിയിൽ ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് പഠിച്ചു. വിമൻസ് കോളേജിലൊക്കെയാണ് പഠിച്ചത്. വിമൻസ് കോളേജിൽ എത്തി പഠിച്ച് ഒരു ജോലി നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വീട്ടിലെ ഏറ്റവും മൂത്ത സന്തതി എന്നുള്ള നിലയിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ അനിയത്തിമാരും എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ളൊരു വിചാരവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഏകദേശം 71 ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. പോസ്റ്റ് ഗ്രാജുവേഷന് MA ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് പല ബാങ്കിലും ടെസ്റ്റൊക്കെ എഴുതി. എനിക്ക് 2-3 ബാങ്കുകളിൽ ജോലി കിട്ടി. അവസാനം റിസർവ് ബാങ്കിൽ തന്നെയാണ് എനിക്ക് എൻ്റെ ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്കിൽ ജോലി കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി സമയത്തുള്ള റിസർവ് ബാങ്കിൽ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ വളരെ അഭിമാനത്തോടു കൂടി നടക്കുന്ന എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്കിൽ ജോലി കിട്ടിയെന്നുള്ളത്. അതിനിടയ്ക്ക് ഞാൻ 74-നായിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ കൂടെ പഠിച്ച ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് കൂടെ പഠിച്ച ആൾ തന്നെയായിരുന്നു എന്നെ കല്യാണം കഴിച്ചാൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ക്ലാസ്മേറ്റ്സാണ്. ബാങ്കിൽ സഹപ്രവർത്തകരും ഒക്കെ വളരെ നല്ലപോലെ എനിക്ക് എല്ലാത്തിനും എനിക്ക് സഹകരണം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ബാങ്കിൽ നല്ലോണം ജോലി ചെയ്യാനും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ പ്രൊമോഷൻ ഞാൻ എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും എടുക്കാതിരുന്നപ്പോഴും പ്രൊമോഷൻ എടുത്തു. സ്ഥലമാറ്റം വരും. പക്ഷേ എന്നാലും കുറേ വർഷത്തേക്കും തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കാൻ പറ്റി. അതിനിടയ്ക്ക് 2 കുട്ടികളുണ്ടായി. ഇവിടുത്തെ കുട്ടികളുണ്ടായും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ തന്നെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ ഞാൻ ജോലിക്ക് പോകുമ്പോഴും അവരെ നോക്കുന്നതിന് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി കിട്ടി. എനിക്ക് കുറേ വർഷം അവിടെ ഇരുന്നു. ഏകദേശം 73 ഞാൻ റിസർവ് ബാങ്കിൽ ജോയിൻ ചെയ്തത്. 73 ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറേ വർഷം, അത് കഴിഞ്ഞ് ഏകദേശം 91 വരെ റിസർവ് ബാങ്കിൽ തന്നെ ഇരുന്നു, ഈ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫറായി. പ്രൊമോഷനോട് കൂടിയാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. ബാംഗ്ലൂരിൽ 5 കൊല്ലം ഇരുന്നു. പിന്നെ ഞങ്ങളുടെ ഇതനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തെത്തി. 2 കൊല്ലം തിരുവനന്തപുരത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ട്രാൻസ്ഫർ വീണ്ടും ബോംബെക്കായിരുന്നു. ബോംബെയിൽ പോയി വീണ്ടും 2 വർഷം ഇരുന്നു. 2 വർഷം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു അപ്പോഴത്തേക്ക് കുട്ടികളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞിരുന്നു. കൊച്ചുമക്കളൊക്കെ ആയി. ബോംബെയിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ബാംഗ്ലൂരിലും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു താമസം. ഫാമിലിയൊന്നും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല. കുട്ടികൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ബോംബെയിൽ പോയി 2 കൊല്ലം കഴിഞ്ഞപ്പം ബാങ്കിൽ തന്നെ നല്ലൊരു സ്കീം വന്നു, ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പോലെ. എനിക്കൊരു 7 വർഷം ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ ആ റിട്ടയർമെൻറ്റ് സ്കീമിൽ ഓപ്റ്റ് ചെയ്ത് ഞാൻ തിരിച്ച് റിസൈൻ ചെയ്ത് തിരിച്ച് തിരുവനന്തപുരത്ത് വീണ്ടും എത്തി.
അതാണ് എൻ്റെ റിട്ടയർമെൻറ്റ്. 2003 ഞാൻ റിട്ടയർ ചെയ്തു. എനിക്കന്ന് 53 വയസ്സായിരുന്നു. 53 വയസ്സായിരുന്നപ്പോൾ റിട്ടയർ ചെയ്തു, തിരിച്ചെത്തി. ഗ്രാമാന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതെങ്കിലും അച്ഛൻ്റെ ജോലി മാറുന്നതിനനുസരിച്ച് പല പല സ്കൂളുകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ മുതൽ തന്നെ എനിക്ക് തന്നെത്താനൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് നാൾ കോട്ടയത്ത് പഠിച്ചിരുന്നു. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാടാനൊരു കഴിവുണ്ട്, പക്ഷേ പാട്ട് പഠിപ്പിക്കാനൊന്നും എൻ്റെ അമ്മയ്ക്കും അച്ഛനും അത്ര വലിയ കഴിവില്ല. ഡാൻസ് പഠിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനും അത്ര വലിയ കഴിവൊന്നുമില്ല. എന്നാലും അന്നേ എനിക്കറിയാം, അമ്മയും അച്ഛനും ഒന്നും പറഞ്ഞ് സമ്മതിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടുമായിരുന്നു. അത് എനിക്ക് ഇപ്പോഴും ആ നല്ല ഓർമ്മയുണ്ട്. പഴയ ലളിതഗാനം അന്നൊന്നും റേഡിയോ പോലും വീട്ടിലൊന്നും ഇല്ല. എന്നിട്ടും ഇങ്ങനെ ഓരോന്ന് എവിടുന്നെങ്കിലും ഏതെങ്കിലും ചേച്ചിമാർ പഠിപ്പിച്ചു തന്നു, അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാർ പഠിപ്പിച്ചു തന്നു. ഞാൻ സ്റ്റേജിൽ കയറി പാടാനൊന്നും എനിക്ക് ഒരു മടിയും ഇല്ലായിരുന്നു. അന്നേ ഒരു ആത്മവിശ്വാസം അത് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും, തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചത് ഫോർട്ട് മിഷൻ ഗേൾസ് ഹൈസ്കൂളെന്ന് വടക്കേക്കോട്ടായിരുന്നു. പറഞ്ഞ സ്കൂളിൽ നടന്നു പോയി, ഞങ്ങളന്ന് കൈതമുക്കിലാണ് താമസിച്ചിരുന്നത്. നടന്നു പോകാമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഞാൻ സ്കൂളിൽ ചേർന്നു. അപ്പം ആദ്യം അവരൊക്കെ പറഞ്ഞു, മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആദ്യം ഹോളി ഏഞ്ചൽസിൽ അഡ്മിഷനൊക്കെ അച്ഛൻ അന്വേഷിച്ചു. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഒന്നും പറ്റില്ല. അങ്ങനെയാണ് വടക്കേക്കൊട്ടാരത്തിൽ ചെന്ന് ചേർന്നത്. വടക്കേക്കൊട്ടാരത്തിൽ ചെന്ന് ചേർന്ന വടക്കേക്കൊട്ടാര സ്കൂളെന്നും പറയും ഫോർട്ട് മിഷൻ ഗേൾസ് ഹൈസ്കൂളിന്. വടക്കേക്കൊട്ടാരത്തിൽ ചെന്ന് ചേർന്ന് അന്ന് ഇതുപോലെയാണ്. ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചേർന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇതുപോലെ എന്തോന്നോ ഒരു അസംബ്ലിക്ക് പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ കയറി സുഖമായിട്ടൊരു പാട്ടൊക്കെ പാടി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെയാണെന്നാ. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, പാടാൻ എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ഇതിൽ ഇത് വെച്ച്. അതോടുകൂടി നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമ്മളോടുള്ള ഒരു അപ്രോച്ച് അതൊരു പ്രത്യേകം അറിയാം. അപ്പോൾ എല്ലാ കാര്യത്തിനും, എല്ലാ പരിപാടികൾക്കും എല്ലാത്തിനും എന്നെ വിളിക്കുമായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ക്യൂസ് പ്രോഗ്രാം, അതിനും എൻ്റെ അടുത്ത് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകാം, എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ ആ ഒരു രീതിയിലാണ്, എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ എൻ്റെ സഹോദരിമാർക്കൊന്നും ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ആർക്കും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാത്തിനും എപ്പോഴും അങ്ങനെയാണ്. ആ ഒരു ആത്മവിശ്വാസം എന്നിലുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്ക് നല്ല മാർക്കോട് കൂടിയാണ് ഞാൻ പാസ്സായി. ബോംബെയിലുള്ള ഒറ്റയ്ക്കുള്ള ജീവിതം, പിന്നെ നല്ലൊരു സ്കീമും കൂടെ വന്നതുകൊണ്ടാണ് ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തത്. അത് കഴിഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. പിന്നെ കൊച്ചുമക്കളെയൊക്കെ നോക്കി കഴിയാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത്. ഇവിടെ വന്ന് കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കുമ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കുറച്ച് തയ്ക്കുകയൊക്കെ ചെയ്യും, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ വിമൻസ് കോളേജിലുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൻറ്ററിലൊന്ന് പോകുന്നത്. കൊച്ചുമോൾക്ക് 4 വയസ്സ്, അവൾ നല്ലോണം വരയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊച്ചുമോളെയും കൊണ്ടാണ് ആദ്യം പിന്നെ വിമൻസ് കോളേജിൽ പോയത്. അവിടെ ചെന്നപ്പം കുറച്ച് പ്രായമായവരും അവിടെ നിന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ അവിടുത്തെ അനിത ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ എനിക്കൊക്കെ പഠിക്കാമോ? പിന്നെന്താ, വന്ന് ചേർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടോയെന്ന്, കാരണം അന്ന് വരെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. വല്ലതൊക്കെ കുത്തിക്കുറിക്കുമെന്നല്ലാതെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ വല്ലത് വരയ്ക്കാൻ എനിക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും അനുസരിച്ചാവും. അങ്ങനെ ആദ്യം കൊച്ചുമോള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളങ്ങ് നിർത്തി. പക്ഷേ ഞാൻ വീണ്ടും പോയി. ആദ്യം ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടുത്തെ ഫീസ് അങ്ങനെയാണ്, 1 പഠിക്കണോ 2 പഠിക്കണോ അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ 1 ഞാൻ പഠിച്ചു. 1 എടുത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഒരുപാട് പെയിൻറ്റിങ്സ്, മ്യൂറൽ ഒരുപാട് ചെയ്തു. മ്യൂറൽ ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ഓയിൽ പെയിൻറ്റിങ്സ്, അക്രിലിക് പെയിൻറ്റിങ്സ്, അല്ലാതെ കുറച്ച് വേറെ രാജസ്ഥാനി ടൈപ്പ് പെയിൻറ്റിങ്, പിന്നെ ഒരു തഞ്ചാവൂർ പെയിൻറ്റിങ് ചെയ്തു. പിന്നെ അവിടത്തെ വെച്ച് തന്നെയാണ് കുറേ ഈ പേപ്പർ ജുവല്ലറി ഉണ്ടാക്കാൻ, അല്ലാത്ത ജുവല്ലറി ഉണ്ടാക്കാൻ
ഇതല്ല പഠിച്ച് പിന്നെ വീട്ടിൽ വന്നിരുന്നാൽ പിന്നെ എനിക്ക് ഇത് തന്നെ ജോലി. ഞാൻ രാത്രിയിൽ പോലും ഹസ്ബൻഡ് വഴക്ക് പറയായിരുന്നു. രാത്രിയിലും ഒക്കെ 10 മണി 11 മണിയാകുമ്പോൾ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറേ പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും. അപ്പോൾ പലരും വന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ വരയ്ക്കുന്നതെല്ലാം എൻ്റെ മക്കളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ചിലരൊക്കെ ചോദിച്ചു, ഞാൻ അവർക്കും ഒക്കെ കൊടുത്തു. അപ്പം രാത്രി ശരിക്കും പറഞ്ഞാൽ മ്യൂറലൊക്കെ പറഞ്ഞാൽ ഒരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും. എന്ന് വെച്ചാൽ അതത്ര വളരെ ഇതായിട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ സമയം ഞാൻ ചിലവാക്കിക്കൊണ്ടിരുന്നത്. വെറുതെ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ചെയ്യണമെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ പെയിൻറ്റിങ്സ് ഒരുപാടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് വരയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയാണ് വിമൻസ് കോളേജിൽ അവിടെ വെച്ച് അവർ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാനും തുടങ്ങിയത്. ആദ്യം ഫീസ് കൊടുത്ത് തുടങ്ങി. ആദ്യമൊക്കെ ഓരോന്ന് കുറേ നാളെടുത്തു. ശരിക്കും പറഞ്ഞാൽ ദിവസവും പോയി അവിടെ ചെന്ന് ടീച്ചർ അവർ പറഞ്ഞ്, അപ്പോൾ ആദ്യമൊക്കെ ടീച്ചർ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും, സഹായിച്ച് അതൊക്കെ നോക്കിയിട്ട് പിന്നെ ആദ്യമൊക്കെ പിന്നെ ഈ ഓരോ കഥാപാത്രത്തിൻ്റെ കണ്ണൊക്കെ വരയ്ക്കുന്നതൊക്കെ ടീച്ചർ തന്നെ വരച്ചു തരും. അത് കഴിഞ്ഞ് ടീച്ചർ തന്നെ പറയും, നിങ്ങളൊരു പേപ്പർ എടുത്ത് അതിലിങ്ങനെ ഓരോരുത്തരുടെ കണ്ണ് വരച്ച് കണ്ണ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ പ്രത്യേകം വീട്ടിലിരുന്ന് ട്രെയിൻ ചെയ്ത് പഠിക്കണം, എന്നാലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കണ്ണ് വരയ്ക്കാനൊക്കെ ഒരുപാട് നാളെടുത്തു. ആദ്യം ചെയ്യുന്ന പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ഓരോരുത്തരുടെ കണ്ണും ഇങ്ങനെ വരച്ച് കണ്ണിലാണ് നമ്മുടെ ആ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂറൽ പെയിൻറ്റിങ് എടുത്ത് ആ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നു, അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ആ ശരിക്കുള്ള ആളിൻ്റെ രൂപം കിട്ടാനായിട്ട്. പിന്നെ കൂടുതലും ദൈവങ്ങളുടെയൊക്കെ ആണല്ലോ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പെർഫെക്ഷൻ കിട്ടണമെങ്കിലും ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ പിന്നെ തന്നെത്താൻ വരയ്ക്കാനുള്ള ആത്മവിശ്വാസം തന്നെത്താൻ ഉണ്ടായി. അത് കഴിഞ്ഞ് അങ്ങനെയാണ് മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെ കുറേ എണ്ണം ചെയ്തു. ആദ്യമൊക്കെ ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കുട്ടികൾ തന്നെയാണ് എടുത്തു വെച്ചിരുന്നത്. പിന്നെ 1-2 പേർക്ക് വരച്ചു കൊടുത്തു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മ്യൂറൽ അല്ലാതെ പിന്നെ താഞ്ചൂർ പെയിൻറ്റിങ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. കുറച്ച് ശരിക്കുള്ള ഒറിജിനൽ സ്വർണ്ണത്തിൻ്റെ പേപ്പർ കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അത് ചെയ്തു. അതും 1 2 3 ചെയ്തു. കാരണം ഒരെണ്ണം അവിടെ ടീച്ചറിൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാരലായിട്ട് ഞാൻ വീട്ടിലും അതേ സാധനങ്ങൾ വെച്ച് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യും. അങ്ങനെ അപ്പോൾ എനിക്ക് ട്രെയിനിങ്ങും കിട്ടും. മറ്റതെല്ലാം ടീച്ചർ പറഞ്ഞു തരുന്ന പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ ഞാൻ വീട്ടിലും ഇരുന്ന് ചെയ്തു. അപ്പം രണ്ട് മക്കൾക്കും കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ 2 ചെയ്യുന്ന ഓരോന്നും. അങ്ങനെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വേറെ അവിടെ ഒരുപാട് ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാജസ്ഥാനി പെയിൻറ്റിങ് പല പെയിൻറ്റിങ്ങും അങ്ങനെ ചെയ്ത് പഠിച്ചത്. പിന്നെ കൂട്ടത്തിൽ ഈ ഫ്ലവർ മേക്കിങ്, പിന്നെ ഈ പേപ്പർ കൊണ്ട് ജ്വല്ലറി, അല്ലാതുള്ള ജ്വല്ലറി, പിന്നെ കുറച്ച് കുഷൻസ് അതും ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. കുഷൻസ് ഇങ്ങനെ എല്ലാം നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിട്ടയർഡ് ലൈഫിൽ എനിക്കത് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഇതായിട്ട്. എല്ലാ പെണ്ണുങ്ങളും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇതിനൊക്കെ കഴിവുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരത് ഉപയോഗിക്കാനുള്ള അവരുടെ ഒരു മനസ്സും വേണം. മടി കൂടാതെ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും അവർക്ക് ഒരിക്കൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് കിട്ടും. സംബന്ധിച്ചിടത്തോളം ഒരുപാട് അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്നതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ എന്നാലും ആ കൂട്ടത്തിലും ഞാനൊരു ലീഡറായിട്ട് തന്നെയായിരുന്നു കൂടുതലും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം പഠിക്കുന്ന കാലത്ത്. അത് പിന്നെ കല്യാണത്തിന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരുപാട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ആ കാര്യത്തിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ വീട്ടിലും എല്ലാ തീരുമാനം എടുക്കുന്നതിനും പുള്ളിയോട് ഞാൻ ചോദിക്കുമെങ്കിലും പുള്ളി ഇത്തിരി തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തിരി പ്രശ്നമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാൻ എന്നോട് തന്നെ പറയുമായിരുന്നു. കൂടുതലും അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ എല്ലാ കാര്യത്തിലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഭർത്താവ് അതിന് സമ്മതിക്കില്ല. എനിക്കറിയാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവരുടെ അടുത്ത്. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പതി തോന്നിയിട്ടുള്ളതല്ലാതെ അവർക്ക് പിന്നെ ഭർത്താവ് ഒരേ പിടിവാശി പിടിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് എനിക്ക് ദേഷ്യമാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാനൊരു ഇത്ര കാര്യത്തിലൊക്കെ വളരെ ഭാഗ്യമുള്ള കൂട്ടത്തിലാണ്. പിന്നെ എനിക്കറിയാവുന്ന ചില കേസുകളുണ്ട്. ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് അസുഖം വന്നാൽ പോലും ചികിത്സിക്കാൻ പോലും മടിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാതെ വളരെ അടുത്ത കാലത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയെ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ വനിതാ ദിനത്തിൻ്റെ അന്ന് ഞാൻ എങ്ങനെയെങ്കിലും അവരെ പിന്നെ പരസ്യമായിട്ട് ഇതിനകത്തൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അടുത്തില്ല, നിങ്ങൾ കളഞ്ഞിട്ട് പോകും. എന്തിനെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ ഇങ്ങനെ നിൽക്കുന്നു. അതുമാത്രമല്ല, അത്രയും വലിയ കോടീശ്വരിയാണ് അവർ. ഇത്രയൊക്കെ ഇതൊക്കെ പൈസ ഉണ്ടായിട്ട് അതെല്ലാം ഭർത്താവ് എടുത്ത് പൂഴ്ത്തി വച്ചിട്ട് സ്വന്തം വേദനയൊക്കെ വന്നിട്ട് സാരമില്ല സഹിച്ചോയെന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ പോലും കൊണ്ടുപോകാത്ത ഭർത്താവിനെ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഈ ജീവിതത്തിൽ എത്രമാത്രം ഭാഗ്യം ഉള്ള ഒരു കൂട്ടത്തിലാണെന്നറിയാം. കാരണം എല്ലാ കാര്യത്തിലും എനിക്ക് എൻ്റേതായ ഒരു തീരുമാനമുണ്ട്. എൻ്റെ ഭർത്താവ് അതിനെ ഒരിക്കലും എതിർത്തിട്ടില്ല. എൻ്റെ മക്കൾ പോലും എല്ലാത്തിനും കാരണം എൻ്റെ തീരുമാനം അതാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ അസുഖക്കാരിയാണ്. ഞാൻ ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അത് RCC പോയി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് തന്നെയും അതിനുള്ള കുറച്ച് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, ഒരു ഹെർക്ലോൺ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനിടയ്ക്ക് അതും കഴിഞ്ഞ് ഒരു ആൻജിയോ എടുത്ത് അത് കഴിഞ്ഞ് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മരുന്ന് കൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോ തവണയും ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴും RCCയിലെ ഡോക്ടർ പറയും ഒരു എക്കോ എടുത്തിട്ട് വേണം ചെല്ലാൻ. എക്കോ എടുത്തിട്ട് ഹാർട്ടിന് പ്രശ്നമില്ലയെന്ന് മാത്രം കണ്ടു. ഓരോ 3 ആഴ്ചയിലും ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു എക്കോ, ഇന്ന് ഞാൻ രാവിലെ ഒരു എക്കോ എടുത്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എക്കോ എടുക്കണം എന്ന് പറയും. പക്ഷേ അന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് ഇങ്ങനെ എക്കോ വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്നെ എന്ന് പറഞ്ഞു എക്കോ വേരിയേഷൻ ഉണ്ട്, ഒരു ആൻജിയോ എടുക്കണം. അപ്പോൾ എൻ്റെ മോളെ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ആദ്യം ഞാൻ ചോദിച്ചത്, ഡോക്ടർ എന്ന് എടുക്കാൻ പറ്റും? നാളെ വരാൻ പറ്റുമോ? നാളെ വരാം. അപ്പം ഞാൻ നാളെ തന്നെ എടുക്കാം. പക്ഷേ അപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചില്ല. കാരണം ഞാൻ കീമോ എടുത്ത് ഞാൻ വളരെ നിസ്സഹായ ഒരവസ്ഥയിലാണ് ഞാൻ ഈ ആൻജിയോ എടുക്കാനായിട്ട് പോയത്. അത്ര ക്ഷീണിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെ വിചാരം എന്താ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ആദ്യം കണ്ടുപിടിക്കുക, അത് നോക്കി കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ അതും വെച്ചിട്ട് ഇനി ഓരോരുത്തരോട് ആലോചിച്ച് ചിലർ പറയും ഉടനെ ഇനി ഇപ്പോൾ ഉടനെ വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് അറ്റ് മൊമെൻ്റ് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എൻ്റെ ഭർത്താവോ എൻ്റെ കുട്ടികളോ ഒന്നും എതിർത്തിട്ടും ഇല്ല. മാത്രമല്ല അവർ പറയുന്ന ഉടനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തീരുമാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ തീരുമാനവും ഉടനെ തന്നെ ഞാൻ തന്നെ എടുത്തു. പിറ്റേന്ന് തന്നെ ആൻജിയോ എടുത്തു. അതെല്ലാം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കുമായിരുന്നു. ശരിക്കും എൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് നേരം ആലോചിക്കും, വേണോ വേണ്ടയോ. ആ ഒരു എനിക്ക് അതിനോടൊട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത് നമുക്കൊരു ആത്മവിശ്വാസം വേണം. നമ്മൾ തന്നെ ഒരു തീരുമാനിക്കണം. ശരിക്കും പറഞ്ഞാൽ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു കാര്യം സാധിച്ചത്. ഞാൻ പാട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. കാരണം ഞാൻ എൻ്റെ ഒരു ടീച്ചർ ഇപ്പം ഒരു 80-81 വയസ്സ്
ഉള്ള ഒരു ടീച്ചറാണ്. അവരൊരു സംഗീത ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ എന്നെപ്പോലെ പ്രായമായ സ്ത്രീകളാണ് അവിടെ പഠിക്കാൻ വരുന്നത്. മഹാകവി KC കേശവപിള്ളയുടെ കൊച്ചുമകളാണ് അങ്ങേര് ആ സ്ത്രീ. അവർ രാധിക സുന്ദരേശൻ എന്ന് പറയും. അവരുടെ കൂടെ പാട്ട് പഠിക്കാനായിട്ട് പോയി. പാട്ട് പഠിക്കാൻ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമാണ്. അപ്പോൾ ആ ടീച്ചറിൻ്റെ കൂടെ ഞങ്ങൾ എവിടെയൊക്കെ മിക്കവാറും കീർത്തനങ്ങളൊക്കെയാണ് കൂടുതലും. ഒരുപാട് അമ്പലങ്ങളിൽ എല്ലാ സ്ഥലത്തും ഒരുപാട് അമ്പലങ്ങളിൽ തൊഴാനും പറ്റിയിട്ടുണ്ട്. ടീച്ചറിൻ്റെ കൂടെ പോയി അമ്പലങ്ങളിൽ പാടാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഗീതാ ക്ലാസ്, ഭഗവത്ഗീത, കുറേ നാരായണീയം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അവിടെയും പോകുമായിരുന്നു. അവിടെ പോയി അവരുടെ കൂടെയും ഈ അമ്പലങ്ങളിലൊക്കെ ഭജന ഇതിനൊക്കെ പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളായിട്ട് വീട്ടിലിരിക്കുന്നത് എനിക്കിപ്പോൾ ഈ ഇങ്ങനൊരു അസുഖം വന്നതിന് ശേഷമാണ്. അതുവരെ ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ബിസിയായിരുന്നു. എനിക്ക് ഒന്നിനും സമയമില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, നീ റിട്ടയർ ചെയ്ത് വരുമ്പോഴെങ്കിലും കുറച്ച് നേരം എനിക്ക് നിന്നെ കിട്ടുമെന്നാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഭയങ്കര ബിസിയായിട്ട് നടക്കുകയാണ് ഇപ്പോഴും എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറയും, നമുക്ക് കഴിവില്ലെങ്കിലും നമ്മൾ പോയി പഠിച്ച് നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റും. അത് ഇല്ലാതെ നമ്മൾ കഴിവില്ല, എന്നെക്കൊണ്ട് വയ്യ എന്ന് മടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. പക്ഷേ അതേസമയം നമ്മൾ പറ്റും. എല്ലാവരും അത് തന്നെ പറയുന്നത്. ഇതിനൊക്കെ എപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്നതെന്ന് എൻ്റെ ഫ്രണ്ട്സും ചോദിക്കും. ഞാൻ പറയും, സമയം ഇഷ്ടം പോലെ ഉണ്ട് ശരിക്കും. അത് നമ്മൾ അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും പറഞ്ഞാൽ വകുത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പഠിക്കാൻ ഇപ്പം വീണ്ടും ഞാൻ പാടാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം സുഖമില്ലാതെ ശരിക്കും പറഞ്ഞാൽ കീമോയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് അവശതയിലായിരുന്നു. ഇനി എനിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അത്രമാത്രം അവശതയിലായിരുന്നു. ആർക്കും ഞാൻ ആരും വിസിറ്റേഴ്സിനെ ഒന്നും സമ്മതിച്ചില്ല. പക്ഷേ സാധാരണ എല്ലാവരും എന്നെ ഫോൺ ചെയ്യുമായിരുന്നു. സാധാരണ എല്ലാവരും ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം ആരോടും പറയില്ല. പക്ഷേ അങ്ങനെ പറയാതിരിക്കുന്നതിനോട് എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. കാരണം നമുക്കൊരു അസുഖം വന്നു ശരിക്കും, അതിപ്പോൾ ആർക്കൊക്കെ എപ്പോഴാണ് എന്താ വരുന്നത്, ഈ പ്രായത്തിലല്ലേ വന്നുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിക്കുകയായിരുന്നു ഞാൻ. ഈ പ്രായത്തിൽ വന്നു, ഇത്രയും പ്രായമായല്ലോ, എനിക്കിപ്പോൾ 69 വയസ്സായി. അപ്പോൾ ഈ പ്രായത്തിൽ എനിക്കൊരു അസുഖം വന്നു. അതിലൂടെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ അതിലെ കീമോതെറാപ്പി എടുത്ത കുറച്ച് കാലം എനിക്ക് തീരെ അവശതയിലായിരുന്നു. അതിനെനിക്ക് ഈ ഹാർട്ടിൻ്റെ പ്രശ്നം കൂടെ ഒക്കെ വന്നപ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം മാറി. ഇപ്പോൾ വീണ്ടും ഞാൻ എല്ലാ ക്ലാസ്സിനും പോയി തുടങ്ങി, വീണ്ടും അമ്പലങ്ങളിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ സമയം കളയരുത്. നമ്മളെപ്പോഴും നമുക്ക് കഴിവുണ്ട്, നമുക്ക് ആത്മവിശ്വാസവും ഉണ്ട്. ആ ആത്മവിശ്വാസവും അത് ശരിക്കും അത് ചെയ്യാനുള്ള ആ ധൈര്യവും, അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ത്രീക്കും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ ഭർത്താവ് രാധാകൃഷ്ണൻ നായർ സെക്രട്ടേറിയറ്റിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. പുള്ളിയും റിട്ടയർ ചെയ്തതിന് ശേഷം ഷെയർ മാർക്കറ്റിലൊക്കെ ആക്റ്റീവാണ്. പിന്നെ പുള്ളിക്ക് കുറച്ച് ഭൂമിയുണ്ട്, കുറച്ച് കൃഷി പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി എൻഗേജ്ഡാണ്. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്താൾ രശ്മി, രണ്ടാമത്തെ ആൾ രേഖ. മൂത്താൾ രശ്മി ബുത്സ്വാനയിൽ സെറ്റിൽഡാണ്. രശ്മിയുടെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. രശ്മി ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. രശ്മിക്ക് 2 ആൺകുട്ടികളാണ്. പിന്നെ രണ്ടാമത്തെ ആൾ രേഖ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയുണ്ട്. എൻ്റെ അസുഖത്തിനുമൊക്കെ എല്ലാം സഹായിക്കാൻ അവളായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ. രേഖയുടെ ഹസ്ബൻഡ് ഒരു ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റാണ്. രേഖയ്ക്ക് രാജേഷ് എന്നാണ് പേര്. 2 പേർക്ക് 2 കുട്ടികളാണ്, ഒരു മോളും ഒരു മകനും. ഒരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം ഞാൻ ഗീതാ ക്ലാസ്സിലും പാട്ട് ക്ലാസ്സിനും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ മ്യൂറൽ പെയിൻറ്റിങ്ങും ഓരോന്നൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്.
പിന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. ഇതിനിടയ്ക്കും തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളും ബുട്സ്വാന പിന്നെ അല്ലാതെ സിംഗപ്പൂർ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ആരോഗ്യം സമ്മതിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്നാൽ തന്നെയും ഒരുപാട് സ്ഥലങ്ങൾ പോകണമെന്ന് ഞാനും ഹസ്ബൻഡും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും നടത്തിയെടുക്കണം. ആ ട്രീറ്റ്മെൻറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് എനിക്ക് വരയ്ക്കാനോ എനിക്ക് ജ്വല്ലറി ഉണ്ടാക്കാനോ ഒക്കെ പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പാട്ടും എൻ്റെ ഭജന അതൊന്നും ഞാൻ എന്തായാലും ഒഴിവാക്കാൻ തീരുമാനിച്ചില്ല. എനിക്ക് പോകാവുന്നിടത്തോളം കാലം ഞാൻ അതിനുമൊക്കെ പോയിക്കൊണ്ടിരിക്കും.